കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 100-ലേറെ പഞ്ചായത്തുകളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലെന്നു മാത്രമല്ല, 63 ഇടങ്ങളിൽ ഏതെങ്കിലും രണ്ട് മുന്നണികൾക്ക് തുല്യമായ സീറ്റുകൾ ലഭിച്ചതുവഴിയുള്ള അനിശ്ചിതത്വവുമുണ്ട്. സ്വതന്ത്രരില്ലാത്ത നിരവധി പഞ്ചായത്തുകളിൽ ആരു ഭരിക്കുമെന്ന സ്ഥിതി വേറെയും. കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കെ ഇരിക്കുകയാണ് പല പഞ്ചായത്തുകളും. സ്വതന്ത്രരുള്ളിടങ്ങളിൽ തുല്യമായ സീറ്റ് കിട്ടിയിട്ടുള്ള ഇടതുമുന്നണിക്കോ യുഡിഎഫിനോ എൻഡിഎയ്ക്കോ ആരുടെ പിന്തുണ നേടി വേണമെങ്കിലും ഭരിക്കാം. മറ്റൊരു കാര്യം, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് സംവരണം ചെയ്തിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ സ്ഥാനങ്ങളിൽ ജയിച്ചവർ എതിർമുന്നണികളിലുള്ളവരാണെങ്കിൽ പോലും ഭരിക്കാൻ കഴിയുമെന്നതാണ്. സ്വതന്ത്രരുള്ളിടത്തെല്ലാം നല്ല ഡിമാൻഡ് അവർക്കുണ്ടാകുമെന്നതാണ് കാര്യം. പാലക്കാട് ജില്ലയിൽ 9 തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ എന്നിവിടങ്ങളിൽ 7 വീതവും പഞ്ചായത്തുകളിലാണ് ടൈ ഉള്ളത്. കേരളത്തിലെ ത്രിശങ്കു പഞ്ചായത്തുകളെക്കുറിച്ചുള്ള ഒരവലോകനമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 7 ആർക്കും ഭൂരിപക്ഷമില്ല. തുല്യനിലയിലാണ് പ്രമുഖ മുന്നണികൾ. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. അടർത്തിയെടുക്കാൻ സ്വതന്ത്രരുമില്ല. 14 വാർഡുള്ളതിൽ എൽഡിഎഫും യുഡിഎഫും 7 വീതം സീറ്റ് നേടി. ചെമ്മരുതി പഞ്ചായത്തിൽ യുഡിഎഫും എൽഡിഎഫും 9 വീതം സീറ്റ് നേടി. ഇവിടെ ഒരു സ്വതന്ത്രനുള്ളത് ആരുടെ കൂടെ നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഭരണം. കുന്നത്തുകാൽ പഞ്ചായത്തിൽ എൽഡിഎഫിനും യുഡിഎഫിനും 10 വീതം സീറ്റാണ്. എൻഡിഎയ്ക്ക് 3 സീറ്റ്. സ്വതന്ത്രനില്ല. അതിനാൽ ഇവിടെയും ഭരണം അവതാളത്തിൽ. മംഗലപുരത്ത് എൽഡിഎഫിനും എൻഡിഎയ്ക്കും 7 വീതം സീറ്റാണ്. യുഡിഎഫിന് 6 സീറ്റുണ്ട്. 2 സ്വതന്ത്രന്മാർ തീരുമാനിക്കും ആരു ഭരിക്കണമെന്ന്. പുല്ലമ്പാറ പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 7 വീതം കിട്ടി. ബിജെപിക്കും സ്വതന്ത്രനും 1 വീതം. ഇവിടെയും സംഗതി കുഴയും. വെമ്പായത്ത് ഇരുമുന്നണികൾക്കും 8 വീതം സീറ്റ് കിട്ടിയപ്പോൾ എൻഡിഎയ്ക്ക് 5 സീറ്റുണ്ട്. 2 സ്വതന്ത്രർ തീരുമാനിക്കും ആരു ഭരിക്കണമെന്ന്. വിളവൂർക്കൽ പഞ്ചായത്തിലെ കൗതുകം നോക്കുക. 3 മുന്നണികൾക്കും 6 വീതം സീറ്റാണ്. ആരു ഭരിക്കണമെന്ന് 2 സ്വതന്ത്രർ തീരുമാനിക്കും. കൊല്ലം ജില്ലയിലെ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫിനും എൽഡിഎഫിനും 9 സീറ്റ് വീതം ലഭിച്ചു. എൻഡിഎയ്ക്ക് 3 സീറ്റാണ്. സ്വതന്ത്രർ ആരുമില്ല. അതിനാൽ ആരു ഭരിക്കുമെന്ന് കണ്ടറിയണം. പത്തനംതിട്ട ജില്ലയിലെ 4 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇരുമുന്നണികൾ തുല്യനിലയിലെത്തിയത്. കവിയൂർ പഞ്ചായത്തിൽ എൽഡിഎഫും എൻഡിഎയും 5 വീതം സീറ്റ് നേടി തുല്യരായി. യുഡിഎഫിന് 4 സീറ്റ് കിട്ടി. സ്വതന്ത്രർ ആരുമില്ല. നാരങ്ങാനത്ത് യുഡിഎഫും എൻഡിഎയും 6 വീതം സീറ്റ് നേടി. എൽഡിഎഫ് 2 സീറ്റ്. സ്വതന്ത്രർ ആരുമില്ല. നെടുമ്പ്രത്ത് എൽഡിഎഫ്, എൻഡിഎ എന്നീ മുന്നണികൾക്ക് 6 വീതം സീറ്റ് കിട്ടിയപ്പോൾ യുഡിഎഫിന് 1 സീറ്റാണ്. ഒരു സ്വതന്ത്രനുള്ളതിനാൽ അയാൾ തീരുമാനിക്കും ആരു ഭരിക്കണമെന്ന്. നിരണത്ത് യുഡിഎഫിനും എൽഡിഎഫിനും 6 സീറ്റ് വീതമാണ്. 2 സ്വതന്ത്രർ തീരുമാനിക്കും ആരു ഭരിക്കണമെന്ന്. ആലപ്പുഴയിൽ 7 ഗ്രാമപഞ്ചായത്തുകളാണ് 2 മുന്നണികളുടെ ടൈയിലെത്തിയിട്ടുള്ളത്. ചേന്നംപള്ളിപ്പുറത്ത് യുഡിഎഫിനും എൻഡിഎയ്ക്കും 7 വീതം സീറ്റ് ലഭിച്ചു. എൽഡിഎഫിന് 5 സീറ്റുണ്ട്. സ്വതന്ത്രർ ആരുമില്ല. ചേപ്പാട് പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 7 സീറ്റ് വീതമാണ്. ബിജെപിക്ക് 1ഉം സ്വതന്ത്രന് 1ഉമുണ്ട്. സ്വതന്ത്രൻ തീരുമാനിക്കും ആരു വേണമെന്ന്. ചെറിയ നാട്ടിൽ ഇരുമുന്നണികൾക്കും 6 വീതം സീറ്റ് ലഭിച്ചപ്പോൾ എൻഡിഎയ്ക്ക് 4 സീറ്റാണ്. ഇവിടെ സ്വതന്ത്രനില്ല. കരുവാട്ടയിൽ ഇരുമുന്നണികൾക്കും 7 വീതം സീറ്റുള്ളപ്പോൾ എൻഡിഎയ്ക്ക് 2 സീറ്റാണ്. സ്വതന്ത്രനില്ലാത്തതിനാൽ ആരു ഭരിക്കുമെന്ന കാര്യം കുഴയും. പാലമേൽ പഞ്ചായത്തിൽ എൽഡിഎഫിനും യുഡിഎഫിനും 8 വീതം സീറ്റാണ്. എൻഡിഎയ്ക്ക് 2ഉം സ്വതന്ത്രർക്ക് 3ഉം സീറ്റുണ്ട്. സ്വതന്ത്രർക്ക് തീരുമാനിക്കാം ഇടതുവേണോ വലതുവേണോ എന്ന്. മാവേലിക്കര താമരക്കുളത്ത് ഇരുമുന്നണികൾക്കും 7 വീതമാണ്. എൻഡിഎയ്ക്ക് 3ഉണ്ട്. ഒരു സ്വതന്ത്രനുള്ളതിനാൽ രക്ഷപ്പെട്ടു. തകഴി പഞ്ചായത്തിൽ യുഡിഎഫിനും എൻഡിഎയ്ക്കും 5 വീതവും എൽഡിഎഫിന് 4ഉം സീറ്റുണ്ട്. ഒരു സ്വതന്ത്രനുള്ളതിനാൽ രക്ഷപ്പെട്ടു. വള്ളികുന്നം പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 7 വീതവും എൻഡിഎയ്ക്ക് 5ഉം സീറ്റുകളാണ് ലഭിച്ചത്. ഒരു സ്വതന്ത്രൻ അവിടെയും രക്ഷകനാവും. കോട്ടയം ജില്ലയിൽ 5 പഞ്ചായത്തുകളിലാണ് 2 മുന്നണികൾ തുല്യശക്തികളായത്. കരൂർ പഞ്ചായത്തിൽ യുഡിഎഫും മറ്റുള്ളവരും
6 വീതം സീറ്റ് നേടിയപ്പോൾ LDFന് 5 സീറ്റാണ്. മറ്റുള്ളവർ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. കറുകച്ചാലിൽ LDFും UDFും 8 വീതം സീറ്റ് നേടിയപ്പോൾ 1 സീറ്റാണ് BJPക്ക്. സ്വതന്ത്രരില്ലാത്തതിനാൽ ബുദ്ധിമുട്ടും. പായിപ്പാട് പഞ്ചായത്തിൽ LDFനും മറ്റുള്ളവർക്കും 6 വീതമാണ് സീറ്റ്. UDFന് 4 സീറ്റ്, BJPക്ക് 1 സീറ്റുമാണുള്ളത്. മറ്റുള്ളവരുമായി ചേർന്ന് LDFന് ഭരിക്കാനാവും. തീക്കോയിയിൽ ഇരു മുന്നണികൾക്കും 5 വീതമാണ്. BJPക്ക് 1, 3 എണ്ണം മറ്റുള്ളവർക്ക്. മറ്റുള്ളവർക്ക് ആരോടും ചേരാം. വെളിയന്നൂരിൽ ഇടതിനും വലതിനും 6 വീതം. മറ്റുള്ളവർ 2 ഉള്ളതിനാൽ ഭരണം ആർക്കായാലും പ്രയാസമുണ്ടാകില്ല. ഇടുക്കിയിൽ 4 തുല്യബലം. മുട്ടം പഞ്ചായത്തിൽ UDF, മറ്റുള്ളവർ എന്നിവർക്ക് 5 വീതവും LDFന് 4ഉമാണ്. BJPക്ക് ഒന്നുമില്ല. പള്ളിവാസലിൽ ഇരു മുന്നണികൾക്കും 6 വീതം, 2 മറ്റുള്ളവർക്ക്. മറ്റുള്ളവർ തീരുമാനിക്കും ആർക്കായിരിക്കണം ഭരണമെന്ന്. രാജകുമാരിയിൽ 7 വീതമാണ് LDFനും UDFനും. ഇവിടെ സ്വതന്ത്രരില്ലാത്തതിനാൽ കുഴയും. ഉപ്പുതറയിൽ LDF 8, UDF 8, BJP 1, സ്വതന്ത്രൻ 1. സ്വതന്ത്രൻ വിധികർത്താവാകും. എറണാകുളത്തും 4 പഞ്ചായത്തുകളിൽ ഈ പ്രശ്നമുണ്ട്. ചെന്നമനാട്ട് UDFനും NDFനും 6 വീതമുള്ളപ്പോൾ LDFന് 5ആണ്. 2 സ്വതന്ത്രരുള്ളതിനാൽ ഭരണമുണ്ടാക്കാൻ കഴിയും. കല്ലൂർക്കാട് UDFനും മറ്റുള്ളവർക്കും 5 വീതം, LDFന് 4. പൂത്രിക്കയിൽ UDF 7, മറ്റുള്ളവർ 7, LDFന് 2. UDFനു ഭരിക്കാനാവും. പോത്താനിക്കാട്ട് UDFനും മറ്റുള്ളവർക്കും 6 വീതം, LDFന് 2. ഇവിടെ മറ്റുള്ളവർക്ക് UDFനെ പിന്തുണയ്ക്കാനാവും. തൃശൂരിൽ 7 ഗ്രാമപഞ്ചായത്തുകളിൽ ബലാബലത്തിൽ തുല്യത. അവിണിശ്ശേരിയിൽ UDFനും NDAയ്ക്കും 7 വീതം സീറ്റ്, LDFന് വെറും 2. സ്വതന്ത്രരില്ലാത്തതിനാൽ ബുദ്ധിമുട്ടും. ചേലക്കരയിലാണ് ശരിക്കും കുഴയുന്നത്. അവിടെ 24 സീറ്റിൽ 12 വീതം ഇടതും വലതും പങ്കിട്ടു. സ്വതന്ത്രരില്ല. എന്തു ചെയ്യുമോ എന്തോ. കൊടകരയിൽ ഇരു മുന്നണികളും 7 വീതം നേടിയപ്പോൾ NDA 6 നേടി. 1 സ്വതന്ത്രനുള്ളത് രക്ഷയായി. മാളയിലും ഇരു മുന്നണികൾക്ക് 8 വീതം സീറ്റുള്ളപ്പോൾ NDA 4 നേടി. 1 സ്വതന്ത്രനുള്ളത് അവിടെയും രക്ഷയായി. പാറളം പഞ്ചായത്തിൽ 6 വീതമാണ് UDFനും NDAയ്ക്കും. LDFന് 5 ഉള്ളൂ. സ്വതന്ത്രരില്ല. തളിക്കുളത്ത് ഇരു മുന്നണികൾക്കും 5 വീതമുള്ളപ്പോൾ BJPക്ക് 4. 4 സ്വതന്ത്രരുള്ളത് നന്നായി. വള്ളച്ചിറയിൽ LDFനും NDAയ്ക്കും 6 വീതം കിട്ടി. UDFന് 4. സ്വതന്ത്രരില്ല. അവിടെയും കുഴയും. പാലക്കാട്ട് 9 പഞ്ചായത്തുകളിലാണ് തുല്യത പ്രശ്നമാകുന്നത്. അയിലൂരിൽ LDFും UDFും 8 വീതം നേടിയപ്പോൾ NDAയ്ക്ക് 2. 1 സ്വതന്ത്രനുള്ളത് ഭാഗ്യമായി. ചലവറ പഞ്ചായത്തിലാണ് ശരിക്കും കുഴയുന്നത്. അവിടെ 24 സീറ്റിൽ 12 വീതം ഇടതും വലതും പങ്കിട്ടു. സ്വതന്ത്രരില്ല. എന്തു ചെയ്യുമോ എന്തോ. ഇരുത്തംപതിയിൽ ഇരു മുന്നണികളും 5 വീതമാണ് കിട്ടിയത്. BJPക്ക് 3. 2 സ്വതന്ത്രരുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കോട്ടായി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 6 വീതം ലഭിച്ചപ്പോൾ NDAയ്ക്ക് 4 എണ്ണം. സ്വതന്ത്രരില്ല. കഷ്ടം തന്നെ. മാത്തൂരിൽ ഇരു മുന്നണികൾക്കും 8 വീതമാണുള്ളത്. BJP 2. സ്വതന്ത്രരില്ല. കുഴയും അവിടെയും. പറളി പഞ്ചായത്തിൽ LDFനും NDAയ്ക്കും 8 വീതമാണ് ലഭിച്ചത്. UDFന് 5. അവിടെയും സ്വതന്ത്രരില്ല. തേൻകരയിൽ ഇരു മുന്നണികൾക്കും 7 വീതമുണ്ട്. NDAയ്ക്കും 3. 1 സ്വതന്ത്രനുള്ളത് നന്നായി. വടക്കാഞ്ചേരിയിൽ ഇരു മുന്നണികൾക്കും 9 വീതമുണ്ട്. NDAയ്ക്ക് 3. സ്വതന്ത്രൻ ആരുടെ കൂടെ ചേരുന്നോ അവർ ഭരിക്കും. വിളയൂർ പഞ്ചായത്തിൽ മറ്റുള്ളവർ 7, UDF 7, LDF 3. NDA ഇല്ല. മറ്റുള്ളവരിൽ ചിലർ ചേർന്നാൽ UDFന് ഭരിക്കാനാവും. മലപ്പുറം ജില്ലയിൽ 2 മാത്രമാണ് തുല്യത പ്രശ്നം. എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ 7 വീതം സീറ്റ് നേടി ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ NDAയ്ക്ക് 5 സീറ്റാണുള്ളത്. 2 സ്വതന്ത്രരുള്ളതിനാൽ അവരുടെ പിന്തുണയോടെ ഇരു മുന്നണികൾക്കും ഭരിക്കാം. പുലാമന്തോൾ പഞ്ചായത്തിലും ഇരു മുന്നണികൾക്കും 8 വീതമാണ് സീറ്റ്. മറ്റുള്ളവർ 7 പേരാണ്. അവിടെയും സ്വതന്ത്രർ കൂടെ നിൽക്കുന്നവർ ഭരിക്കും. കോഴിക്കോട്ട് 5 പഞ്ചായത്തുകളിലാണ് ഈ അവസ്ഥയുള്ളത്. അഴിയൂർ പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 7 വീതം സീറ്റാണ്. NDAയ്ക്ക് 2ഉം സ്വതന്ത്രർക്ക് 4 സീറ്റുമാണ്. ബാലുശ്ശേരിയിലും അതേ അവസ്ഥ. 7 സീറ്റ് വീതം.
NDA 2, സ്വതന്ത്രർ 2. നന്മണ്ട പഞ്ചായത്തിൽ 8 വീതമാണ് ഇരുമുന്നണികൾക്കും. NDAക്ക് 2 സ്വതന്ത്രരില്ലാത്തതിനാൽ കുഴയും. ഒഞ്ചിയത്ത് മറ്റുള്ളവർ 7, LDFനും 7, UDFന് 5, NDA ഇല്ല. ഇവിടെ മറ്റുള്ളവരിൽ 6 പേർ UDFനോടൊപ്പം നിൽക്കുന്ന RMP ആയതിനാൽ UDFന് അധികാരം കിട്ടും. മിക്കവാറും RMPക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടും. തിരുവാലൂരിലാണ് കഷ്ടം. 11 വീതം സീറ്റ് LDFനും UDFനും കിട്ടി. മറ്റാരുമില്ലാത്തതിനാൽ ആരു ഭരിക്കുമെന്ന് കണ്ടറിയാം. നറുക്കിട്ടെടുക്കുന്ന ഭാഗ്യവാന്മാർ ഭരിക്കും. വയനാട്ടിൽ ഒരിടത്ത് മാത്രമേ തുല്യതയുള്ളൂ, പൊഴുതനയിൽ. അവിടെ ഇരുമുന്നണികളും 8 വീതം സീറ്റ് നേടിയപ്പോൾ NDA 4 നേടി. ഒരു സ്വതന്ത്രനുള്ളതിനാൽ ആരായാലും രക്ഷപ്പെടും. കണ്ണൂർ ജില്ലയിൽ 2 മാത്രമേ അനിശ്ചിതത്വത്തിന് ഇടമുള്ളൂ. കടമ്പൂർ പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 7 വീതമാണ്. ഒരു സ്വതന്ത്രനുള്ളത് തീരുമാനിക്കും. മുണ്ടേരി പഞ്ചായത്തിൽ വലിയ പ്രശ്നമാണ്. UDFനും LDFനും 11 വീതമാണ്. ഒരു സ്വതന്ത്രനുമില്ല. കാസർഗോഡ് ജില്ലയിൽ 5 പ്രശ്നമുണ്ട്. ബദിയടുക്കയിൽ UDFനും NDAയ്ക്കും 10 വീതം സീറ്റാണ്. LDFന് 1 ഉള്ളൂ, സ്വതന്ത്രരില്ല. ബെല്ലൂരിൽ 6 സീറ്റ് NDAയ്ക്കും 6 മറ്റുള്ളവർക്കുമാണ്. LDFന് 2 സീറ്റാണ്. മറ്റുള്ളവർ NDAയെ പിന്തുണച്ചാൽ രക്ഷപ്പെട്ടു. ദേലാമ്പാടി പഞ്ചായത്തിൽ 5 LDFും 5 NDAയ്ക്കുമാണ്. 4 UDFന്. ഇവിടെ മറ്റുള്ളവർ 3 പേരുണ്ട്. പുല്ലൂർ പെരിയയിൽ ഇരുമുന്നണികൾക്കും 9 വീതം സീറ്റുണ്ട്. NDAയ്ക്ക് 1, സ്വതന്ത്രരില്ല. പ്രയാസമാണ് കാര്യങ്ങൾ. പുതികയിൽ ഇരുമുന്നണികൾക്കും 5 വീതമാണ്. NDAയ്ക്ക് 2, മറ്റുള്ളവർക്ക് 4.